ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞുമണിയൊക്കെ പനി ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. മൂന്നാളും ഒരുമിച്ചാണ് കിടക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല കളിയാണ്. പക്ഷേ ഇവിടെ പുറത്തോട്ട് നടക്കുന്ന എല്ലാ പൂച്ചക്കുട്ടികൾക്കും ഉണ്ട് കേട്ടോ അസുഖം. പിന്നെ ഇവരെ ചെവിയേലൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇവരെ ചെവിയേലൊരു ഇങ്ങനെ ഒരു കുരുകുരു പോലെ വന്നിരുന്നു. അപ്പം അതിന് നമ്മൾ അന്ന് ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചതാണ്. പക്ഷേ ഇപ്പോഴും കണ്ടോ, ഒരാളെ ചെവിയെ കണ്ടോ, ഇപ്പോഴും രണ്ടാമതും വന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മിനിഞ്ഞാന്ന് പനി ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് മഞ്ചേരി കൊണ്ടുപോയത്. കുഴപ്പമില്ല, ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് 6 ദിവസത്തെ മരുന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരു മരുന്ന് ഇതാട്ടോ, ഒരു മരുന്ന് ഇത് കൊടുക്കാനുണ്ട്. പിന്നെ പനിക്കുള്ള മരുന്ന് ഇതാ, പനീൻ്റെ മരുന്നാണിത്. അപ്പോൾ അവർക്ക് 2 നേരം കൊടുക്കാനുള്ളതാണ്. അപ്പം അത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൊടുക്കാനാണ് പറഞ്ഞത്. 6 ദിവസം കൊടുക്കാനാട്ടോ പറഞ്ഞത്. ഇതൊക്കെ മരുന്ന് തന്നെയാണ്. ഇവർക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പോയി വാങ്ങുന്ന മരുന്നാണ് കേട്ടോ ഇതൊക്കെ. ഇത് പിന്നെ ഇവർ കുട്ടിയായിരുന്നപ്പോഴേ ഇവർക്ക് അമ്മപ്പൂച്ച ഇല്ലായിരുന്നല്ലോ. അമ്മപ്പൂച്ച എങ്ങനെയോ എന്തോ ആയിപ്പോയിട്ടാണ് നമ്മൾക്ക് ഇവരെ തന്നത്. അപ്പം ഒരു പൊടി അത് ഡോക്ടർ എഴുതി തന്നാൽ ഞാൻ വാങ്ങിച്ചു. പക്ഷേ 400 രൂപയായിട്ട് അതിൻ്റെ വില. പക്ഷെ വാങ്ങിച്ചു. പക്ഷെ അവരത് കുടിച്ചിട്ടൊന്നുമില്ല. ആ പൊടി ഇത്രയും ബാക്കിയാണ്. എത്രയോ ഒരു സ്പൂണ് മാത്രമേ ഇവർ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇത്രയുണ്ട്. ഇത്രയും പൊടിയുണ്ടോ, ഇത്രയും പൊടി ഇതിൽ ബാക്കിയാണ്. ഇങ്ങനെ ഏതെങ്കിലും പൂച്ചക്കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ പൂച്ചക്കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നായ്ക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു പൊടി തന്നെയാണ്. കണ്ടോ, ഇവർക്ക് വേണ്ട. അവർക്ക് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു നോക്കി, പാൽ ആക്കി കൊടുത്തു നോക്കി, ഒന്നും വേണ്ട. പിന്നെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ മരുന്നുകളാട്ടോ ഇവർക്കുള്ള. ഷാമ്പു, ഇത് വിറ്റാമിൻ്റെ ഒരു ഗുളികയാണ്. ഇത് കണ്ടോ, ഇതാണ് ഇവരെ ഷാമ്പു, കുളിപ്പിക്കുന്ന ഷാമ്പു. പിന്നെ ഇതിവർക്ക് ഞാൻ പഞ്ഞി വെച്ചാട്ടോ അവരെ മൂക്കും ഇതൊക്കെ വൃത്തിയാക്കൽ. അപ്പോൾ ചെവിയൊക്കെ ക്ലീനാക്കി കൊടുക്കൽ പഞ്ഞി വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പഞ്ഞി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് വേറൊരു ഷാമ്പു ആണ്. പിന്നെ ഇതാട്ടോ ആ സ്പ്രേ ചെവിയിൽ. പിന്നെ ആ കുരു വന്നിട്ടുള്ള ഒരുപാട് ഇതിൽ നടക്കുന്ന പൂച്ചകൾ ചത്തുപോയി. അപ്പോൾ അവരുടെ ചെവിയിലൊക്കെ ഇങ്ങനെ ഒരു പൊറ്റം പോലെ ഇങ്ങനെ അടിഞ്ഞു കൂടും, എന്നിട്ട് കണ്ണൊന്നും കാണാതാവും. പക്ഷേ ഇത് ഞാൻ കൊണ്ടുവന്നേ പിന്നെ ഞാൻ ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു അവിടെ, അവർക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷേ അതിന് ഇഞ്ചക്ഷൻ തന്നെ അടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 2 ഡോസ് ഇപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ. പിന്നെ ഇത് ഇവരുടെ ഓയിൽമെൻറ്റുകളാണ്. എന്തെങ്കിലും മുറിവൊക്കെ പറ്റുമ്പം അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നത്. ഇത് പിന്നെ ഇവരുടെ കളിപ്പാട്ടം കേട്ടോ, കണ്ടോ, ഇത് കളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ വാങ്ങി വെക്കും. പെട്ടെന്ന് നമുക്ക് ചിലപ്പോഴേ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാനുള്ള കാശ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പം മരുന്നിങ്ങനെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് ഇവരെ കുളിപ്പിക്കുന്ന മാത്രമല്ല കേട്ടോ, ബ്ലാക്കീനെയും കുട്ടൂസിനെയും ഒക്കെ കുളിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർക്കും കൂടി ഉള്ളതാണ്. പനീൻ്റെ മരുന്നും എല്ലാം ഉണ്ട്. കണ്ടോ, എഴുന്നേറ്റ് വരുന്നേ. ഇനി ഇവൻ കുടിക്കുമെന്നറിയാം. ഇവന് ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല കേട്ടോ ആ ടിന്ന് പൊടി. ഇവനൊന്ന് കൊടുത്തു നോക്കണം, കുടിക്കുമെന്നറിയണം. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഏതെങ്കിലും ചെറിയ നായ്ക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കുടിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. പക്ഷെ ഇവിടെ ഒന്നും ചെറിയ നായ്ക്കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പം
എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും കേട്ടോ നായ്ക്കുട്ടികളൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ളൊരു ഇതില്ല. ഇത് ക്വാർട്ടേഴ്സാണ്. ഈ അടുത്തടുത്തൊക്കെ റൂമുകളുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓണർക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ട് കൂട്ടിൽ വളർത്താൻ സമ്മതിച്ചതാണ് നമ്മുടെ കുട്ടൂസിനെയും ബ്ലാക്കീനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടൂസിൻ്റെയും ബ്ലാക്കീൻ്റെയും കുഞ്ഞുമണികളെയൊക്കെ മരുന്നും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.